ആരോപണ വിധേയനായ രാഹുലിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് തയ്യാറാകാത്തത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തെ അറിയിക്കാൻ ശ്രീമാൻ വി ഡി സതീശൻ തയ്യാറാകണം. രാഹുലിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ തയ്യാറാകാത്തത് എന്നറിയാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ നടപടിയെടുത്തിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ പുറത്താക്കിയിട്ടുണ്ട്. അതായത് രാഹുലിനെതിരെ ഉയർന്നു വന്ന ആരോപണം ഗുരുതരവും വസ്തുനിഷ്ഠവും സത്യസന്ധമായതുകൊണ്ടാണ് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും അതേപോലെ കോൺഗ്രസിൻ്റെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത്. അതുകൊണ്ട് കോൺഗ്രസ് അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് രാഹുലിനെതിരെ ഉയർന്നു വന്നത് ആരോപണം ഗുരുതരമാണ്, വസ്തുനിഷ്ഠമാണ്, സത്യസന്ധമാണ്. അതുകൊണ്ടാണ് ഈ നടപടികളൊക്കെ കോൺഗ്രസ് എടുത്തത്. പക്ഷേ എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാത്തത്, വി ഡി സതീശൻ തയ്യാറാകാത്തത്? വി ഡി സതീശൻ രാഹുലിനെ ഭയപ്പെടുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രാഹുലിനെ ഭയന്നുകൊണ്ടാണോ വി ഡി സതീശൻ രാജി ആവശ്യപ്പെടാതിരിക്കുന്നത്? ധാർമ്മികതയുണ്ടെങ്കിൽ രാഹുലിനെ MLA സ്ഥാനം രാജിവെപ്പിക്കാനാണ് വി ഡി സതീശൻ തയ്യാറാകേണ്ടത്. യൂത്ത് കോൺഗ്രസ് നേതൃപദവിയിൽ അദ്ദേഹം ഇരിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കേണ്ടയോ എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഈ കോൺഗ്രസ്സിന് ചുമക്കാൻ പറ്റാത്ത രാഹുലിനെ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ തലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് വോട്ടർമാരുടെ തലയിൽ എന്തുകൊണ്ടാണ് അടിച്ചേൽപ്പിക്കുന്നത്? ഇതിനിതുവരെ കൃത്യമായ ഉത്തരം പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിനും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനും സാധിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞു വലിയൊരു ബോംബാണ് ഇന്ന് പൊട്ടാൻ പോകുന്നതെന്നാണ്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ബോംബിനെക്കുറിച്ച് പ്രാഥമികമായ വിവരം പോലും ഇല്ലാത്തവരാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംസ്ഥാന നേതൃത്വം എന്ന് ഇപ്പം വ്യക്തമായിരിക്കുന്നു. ഈ ബലൂൺ പൊട്ടിയ ശബ്ദം പോലും ഇല്ലാത്തതാണ് വി ഡി സതീശൻ പറഞ്ഞ ബോംബിൻ്റെ സ്ഫോടനം. ഒരു ബലൂൺ പൊട്ടിയ ശബ്ദം പോലും ഇല്ലാതായിരിക്കുന്നു. തികച്ചും അടിസ്ഥാനരഹിതമായ പരിഹാസ്യമായ ആരോപണമാണ് BJP നേതാവ് കൃഷ്ണകുമാറിനെതിരെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. 10 വർഷങ്ങൾക്ക് മുമ്പ് കോടതിയിൽ വന്നൊരു കേസ്, തെളിവില്ലാത്തതിൻ്റെ പേരിൽ കോടതി തള്ളിക്കളഞ്ഞ കേസ്, അതാണ് ഇപ്പോഴ് രാഷ്ട്രീയ ആയുധമായിട്ട് ഇപ്പം വി ഡി സതീശനും കോൺഗ്രസ് നേതൃത്വവും BJPക്കെതിരെ ഉയർത്തിക്കാണിക്കുന്നത്. കോടതിയെ തള്ളിയ കേസ് വീണ്ടും ഉയർത്തിക്കാണിക്കാനാണ് തയ്യാറാകുന്നതെങ്കിൽ പല കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ടും കോടതിയിൽ കേസ് വന്നിട്ടുണ്ട്, തള്ളിപ്പോയിട്ടുണ്ട്. അതൊക്കെ ഇതുപോലെ അവതരിപ്പിക്കാൻ വി ഡി സതീശൻ തയ്യാറാകുമോ? ഒരു കുടുംബപരമായിട്ടുള്ള 10 വർഷം മുമ്പ് ഒരു കുടുംബപരമായിട്ടുണ്ടായിട്ടുള്ളൊരു പ്രശ്നം അത് രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ഉന്നയിക്കുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് എന്ന് വ്യക്തമാവുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, വി ഡി സതീശൻ രാഹുലിനെ കൊണ്ട് രാജിവെപ്പിച്ച് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പാലക്കാട് ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് അപ്പോൾ മനസ്സിലാവും. ഈ രാഷ്ട്രീയ അധാർമികതയ്ക്കെതിരായിട്ട് അതിശക്തമായ തിരിച്ചടി പാലക്കാട്ട് ജനങ്ങൾ നൽകും എന്ന് ഭയന്നുകൊണ്ടാണ് രാഹുലിനെ കൊണ്ട് രാജിവെപ്പിക്കാത്തത് എന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന്,
രാഹുലിനെ കൊണ്ട് രാജിവെപ്പിച്ചാൽ, പക്ഷെ പിന്നീട് രാഹുലായിരിക്കും വലിയൊരു ബോംബ് പൊട്ടിക്കുന്നത്. അതിൻ്റെ ആഘാതം മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം രാഹുലിൻ്റെ രാജി കോൺഗ്രസ് നേതാക്കന്മാരാരും തന്നെ ആവശ്യപ്പെടാത്തത് എന്നാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കരുതുന്നത്. ഏതായാലും ഞങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. രാഹുലിനെ രാജിവെപ്പിച്ചതിൽ വേട്ടക്കാരൻ്റെ രാജിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അങ്ങേയറ്റം ഹൃദയവേദനയുണ്ട്. പക്ഷെ പീഡിപ്പിക്കപ്പെട്ട ഇരകളുടെ കാര്യത്തിൽ വി ഡി സതീശന് യാതൊരു ഹൃദയവേദനയുമില്ല. ഈ വിവേചനത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നാണ് ബി ജെ പിക്കും കേരളത്തിൽ ജനങ്ങൾക്കും മനസ്സിലാവാത്തത്. എല്ലാ ദിവസവും രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ വി ഡി സതീശൻ തൻ്റെ ഹൃദയവേദന പങ്കുവെക്കുകയാണ്. അത് വേട്ടക്കാരൻ്റെ പുറത്താക്കിയതിലുള്ള ഹൃദയവേദനയാണ്. പക്ഷേ കോൺഗ്രസിനകത്തും പുറത്തുമുള്ള നിരവധി ഇരകളുണ്ട്, പെൺകുട്ടികളുണ്ട്. അവരുടെ ഹൃദയവേദന എന്തുകൊണ്ടാണ് വി ഡി സതീശന് തോന്നാത്തത്? ഇതിൻ്റെ കാരണം കേരളത്തിലെ ജനങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല. ഏതായാലും ഒന്ന്, ഇപ്പോൾ വി ഡി സതീശനും കോൺഗ്രസ് നേതൃത്വവും രാഹുലിനെ കൊണ്ട് രാജി വെപ്പിക്കാത്തതിന് ഒരു കാരണം പറയുന്നത് മാർക്സിസ്റ്റ് നേതാക്കന്മാർ ആരും രാജിവെച്ചിട്ടില്ലെന്നാണ്. അപ്പോൾ സി പി എമ്മിൻ്റെ ധാർമ്മികതയാണ് കോൺഗ്രസിൻ്റെ ധാർമ്മികത. ധാർമ്മികതയിൽ പിണറായി വിജയനെയും അതുപോലെ ഗോവിന്ദൻ മാഷയെയാണ് വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കന്മാരും പിന്തുടരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ IND സഖ്യത്തിൻ്റെ ധാർമ്മികത ഒന്നാണ് എന്ന് ഇപ്പോൾ മുകേഷിൻ്റെ കാര്യത്തിലായാലും അതുപോലെ മറ്റു പലരുടെ കാര്യത്തിലായാലും അതേപോലെ തന്നെ രാഹുലിൻ്റെ കാര്യത്തിലായാലും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. LDF UDF തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരു മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളാണ് രണ്ടുപേരുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഇതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കന്മാരും BJPയെ ഓലപ്പാമ്പ് കാട്ടിയിട്ട് ഭയപ്പെടുത്തേണ്ടതില്ല. രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ട് നാളെ മുതൽ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകാൻ വേണ്ടി പോവുകയാണ്. യുവമോർച്ചയും മഹിളാ മോർച്ചയും BJPയും എല്ലാം രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭം കേരളത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഓലപ്പാമ്പ് കാട്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ ഭയപ്പെടുത്താൻ നോക്കണ്ട. ഇതാണൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമതൊരു കാര്യം, അന്തർദേശീയ അയ്യപ്പ ഭക്തജന സംഗമത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കും പിണറായി സർക്കാരിനും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ശബരിമല ആചാര അനുഷ്ഠാനങ്ങൾ തകർക്കുന്നതിനും ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കുന്നതിനും വേണ്ടി പിണറായി സർക്കാർ നടത്തിയ നടപടികൾക്കെതിരെ ജനാധിപത്യ രീതിയിൽ സമരം നടത്തിയതിൻ്റെ പേരിൽ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളുടെ പേരിൽ പിണറായി സർക്കാർ കേസുകൾ ചുമത്തിയിരുന്നു. ഇത് പിൻവലിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഇത് പിൻവലിച്ചതിന് ശേഷമാകണം അന്താരാഷ്ട്ര അയ്യപ്പ ഭക്തജന സംഗമം സംഘടിപ്പിക്കേണ്ടത് എന്നാണ് ബിജെപിയുടെ അഭിപ്രായം. ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ, ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കാൻ പിണറായി സർക്കാർ നടത്തിയ നീക്കത്തിനെതിരെ ജനാധിപത്യ രീതിയിലാണ് വിശ്വാസികൾ സമരം സംഘടിപ്പിച്ചത്. അവരെയാണ് കള്ളക്കേസിൽ കുടുക്കിയത്. ഞാൻ ഉൾപ്പെടെയുള്ള പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തജനങ്ങളുടെ പേരിൽ, അയ്യപ്പ വിശ്വാസികളുടെ പേരിലാണ് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പിണറായി സർക്കാർ കേരളത്തിലുടനീളം കള്ളക്കേസുകൾ ചുമത്തിയത്. ഒന്നുപോലും പിൻവലിക്കാൻ ഇതേവരെ ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ തയ്യാറായിട്ടില്ല. എന്നാൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ PFI പോലുള്ള SDPI പോലുള്ള തീവ്രവാദ സംഘടനകൾ നടത്തിയ
അക്രമ സമരങ്ങൾ, അതിൻ്റെ പേരിൽ ചുമത്തപ്പെട്ട കേസുകൾ കേരളത്തിൽ വ്യാപകമായി പിണറായി സർക്കാർ പിൻവലിച്ചിട്ടുണ്ട്. അതിൽ തീവെപ്പുണ്ട്, അതിൽ ഭവനഭേദനമുണ്ട്, മോഷണമുണ്ട്, പോലീസിനെതിരായിട്ടുള്ള അക്രമമുണ്ട്. ഇതെല്ലാം നടത്തിയ PFI, അതുപോലെ തന്നെ SDPI തുടങ്ങിയ തീവ്രവാദ സംഘടനകൾ, അവരുടെ പേരിലുള്ള എല്ലാ കേസുകളും പിൻവലിച്ച പിണറായി സർക്കാർ എന്തുകൊണ്ടാണ് ശബരിമല സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ നടത്തിയിട്ടുള്ള ജനാധിപത്യ രീതിയിലുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെ പേരിൽ ചുമത്തപ്പെട്ട കേസുകൾ പിൻവലിക്കാത്തത്? ഇതൊക്കെ പിൻവലിച്ചിട്ട് വേണ്ടേ അന്താരാഷ്ട്ര അയ്യപ്പ ഭക്തജന സംഗമം സർക്കാർ സംഘടിപ്പിക്കേണ്ടത്? ഇക്കാര്യത്തിൽ ഗവൺമെൻറ് യാതൊരു ആത്മാർത്ഥതയുമില്ല. മാത്രമല്ല, ശബരിമലയെ സംബന്ധിച്ച് ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന, തീർത്ഥാടകർ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. അവിടെ വികസന പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് യാതൊരു നടപടിയുമില്ല. പക്ഷേ അന്താരാഷ്ട്ര അയ്യപ്പ ഭക്തജന സംഗമം സംഘടിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് വളരെ വ്യക്തമാണ്. ഇക്കാര്യം അയ്യപ്പ ഭക്തന്മാർ തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഒന്നുകൂടി ഞങ്ങൾ ആവർത്തിക്കുന്നു, ഈ കള്ളക്കേസുകൾ പിൻവലിക്കണം. ഹിന്ദു സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ, അത് NSSൻ്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ സാമുദായിക സംഘടന നേതൃത്വത്തിൽ, അത് പിന്നോക്കക്കാരാവട്ടെ, അതുപോലെ വിശ്വകർമ്മജരാവട്ടെ, അതുപോലെ തന്നെ SC ST വിഭാഗക്കാരായിക്കോട്ടെ, ഇവരെല്ലാം സമരത്തിൽ ജാതി വ്യത്യാസങ്ങൾ, രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് ഒന്നടങ്ക സമരത്തിൽ പങ്കെടുത്തിരുന്നു. അവരുടെ പേരിലാണ് കേസ് ചുമത്തിയിട്ടുള്ളത്. അത് പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ മറ്റൊന്നുകൂടി ചോദിക്കാനുള്ളത്, ഈ അന്താരാഷ്ട്ര അയ്യപ്പ ഭക്തജന സംഗമം സംഘടിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിനോടും CPMനോടും ഞങ്ങൾ ചോദിക്കുന്നത്, യുവതീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ പിണറായി സർക്കാരും CPM സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടോ? ഇപ്പോൾ അവരുടെ അഭിപ്രായം എന്താണ്? മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകാൻ അവർ തയ്യാറാകണം. എന്നിട്ടാവണം ഈ അന്താരാഷ്ട്ര ഭക്തജന സംഗമം സംഘടിപ്പിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. സ്വാഭാവികമായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ സമരം ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വൈസ് പ്രസിഡന്റിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതും ഒരു സ്ത്രീ FIR നൽകിയൊരു പരാതിയാണ്. അപ്പോൾ അതിൽ സംസ്ഥാന അധ്യക്ഷനും അവരിപ്പോൾ പരാതി നൽകിയിരുന്നു. എന്താണ് താങ്കൾക്ക് എന്താണ് പറയുന്നത്? അല്ല, ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി പോലെ ഞങ്ങൾക്ക് പ്രത്യേകമായ കോടതിയും ന്യായാധിപന്മാരും ഇല്ല. സത്യത്തിൽ നോക്കൂ, നിങ്ങൾ എത്ര ബാലിശമാണ് ഈ VD സതീശൻ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണം. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനെതിരെ ഉന്നയിച്ച ആരോപണം. ഈ ആരോപണം കോടതിയിൽ വന്ന സിവിൽ കേസാണ്. ആ സിവിൽ കേസ് കോടതി പരിശോധിച്ചു, വിചാരണ നടന്നു, തെളിവുകൾ പരിശോധിച്ചു. തെളിവുകളില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തള്ളിപ്പോയി. മാത്രമല്ല, ആ തള്ളിപ്പോയ കേസിനെതിരായിട്ട് മറുഭാഗം അപ്പീൽ പോലും നൽകിയിട്ടില്ല. കാരണം അപ്പീൽ പോലും നിലനിൽക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ടായിരിക്കാമല്ലോ നിയമാനുസൃതം കൊടുക്കാവുന്ന അപ്പീൽ നൽകാതിരുന്നത്. ഇനി അതാണിപ്പോൾ പുറത്തെടുത്ത് കൊണ്ടുവന്നിട്ട് BJPക്കെതിരെ ആറ്റം ബോംബാണ്, നൈട്രജൻ ബോംബാണ് എന്ന് കൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഞാൻ ഓലപ്പടക്കം എന്ന് പറഞ്ഞാൽ ഓലപ്പടക്കത്തിന് അപമാനമാണ്. കാരണം അതിൽ കുറച്ചും കൂടി ശബ്ദം ഉണ്ടാകും പൊട്ടുമ്പോൾ. ഇതിൽ ബലൂണിൻ്റെ ശബ്ദം പോലും ഇല്ല പൊട്ടുന്ന സമയത്ത്. അവിടെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഈ ബോംബിനെക്കുറിച്ച് പ്രാഥമികമായ വിവരം പോലും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് BD സതീശന് മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടാൻ BJP നേതാക്കന്മാർക്ക് പ്രയാസമൊന്നും തോന്നില്ല. കാരണം ഞാൻ ചോദിക്കാൻ കാരണം, BJPയുടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് MD ആയിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗ്, അദ്ദേഹത്തിനെതിരെ പല പെൺകുട്ടികളും രാജ്യം ആദരിക്കുന്ന കായിക താരങ്ങൾ പരാതി കൊടുത്തു. അവർ തെരുവിൽ സമരം ചെയ്തു. അപ്പോൾ BJP ചെയ്തത് എന്താ? ഒരു അന്വേഷണവും പ്രഖ്യാപിച്ചില്ല, ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാറ്റി നിർത്തി മകന് സീറ്റ് കൊടുത്തു.
അങ്ങനെയാണ് BJP ചെയ്തത്. അങ്ങനെ ചെയ്ത BJP എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് രാജി അല്ല ആവശ്യപ്പെട്ടത്? അക്കാര്യത്തെ സംബന്ധിച്ച് ആ സമയത്ത് തന്നെ BJP നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തെ സംബന്ധിച്ചിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവരെന്തായിരുന്നു നേരത്തെ എടുത്ത നിലപാട് എന്തായിരുന്നു, ആരോപണം ഉന്നയിച്ചവർ നേരത്തെ എടുത്ത നിലപാട് എന്തായിരുന്നു, പിന്നീട് എടുത്ത നിലപാട് എന്തായിരുന്നു, ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ മാധ്യമങ്ങളിൽ ചർച്ച വന്നതാണ്, ദേശീയതല ചർച്ച വന്നതാണ്. അത് പുച്ഛിച്ചെല്ലാവരും തള്ളിയതാണ്. അവിടെ അതിനെക്കുറിച്ച് ഇപ്പം അതിൻ്റെ പേരിൽ ഇപ്പം പൊടിതട്ടി പുറത്തിറക്കണ്ട. ഈ 10 വർഷക്കാലത്തെ കൃഷ്ണകുമാറിനെതിരായിട്ട് വന്ന സിവിൽ കേസ് കോടതി തള്ളിയ കേസ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് പോലെയാണ്. ഇപ്പോൾ ഇത്തരം പുറത്തെടുത്തിട്ട് നിങ്ങൾ എന്ത് ആരോപണം വന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് വളരെ വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കേണ്ട, ഒരു പെണ്ണുപിടിയനെയും സംരക്ഷിക്കേണ്ട. ബ്രിജ്ഭൂഷൺ സിംഗിന് ഒരു നിയമവും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നിയമം എങ്ങനെയാവുന്നത്? അല്ല, ഇക്കാര്യം ഞാൻ പറഞ്ഞല്ലോ, അക്കാര്യത്തെക്കുറിച്ച് നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടും ഞങ്ങൾ പറയാനില്ല. സമരം നാളെ തുടങ്ങും. നാളെ വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത തട്ടിലുള്ള സമരങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി രൂപം നൽകും. വ്യത്യസ്ത ജില്ലകളിലുണ്ടാകാം, വ്യത്യസ്ത രീതിയിലുണ്ടാകാം. അതിനൊക്കെ നമ്മുടെ സംസ്ഥാന നേതൃത്വം ഇന്ന് അന്തിമ രൂപം നൽകുന്നുണ്ടാവും. അതായത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സമയബന്ധിതമായ സമരത്തിന് സംസ്ഥാന നേതൃത്വം രൂപം നൽകും. ഏതായാലും നാളെ മുതൽ വിവിധ ജില്ലകളിലായിട്ട് സമരം ആരംഭിക്കും. പ്രഖ്യാപനം ഉണ്ടാവും. ഉപതെരഞ്ഞെടുപ്പ് തയ്യാറാണെന്ന് അർത്ഥം. ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ തയ്യാറാണ്. കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കാൻ പാലക്കാട് ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ മൊത്തം ജനങ്ങൾ തയ്യാറാണ്. കോൺഗ്രസ് ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ രാജിക്ക് തയ്യാറാകാത്തത്. അന്തസ്സുണ്ടെങ്കിൽ VD സതീശൻ ചെയ്യേണ്ടത് എന്താ? രാജിവെപ്പിച്ചിട്ട് ജനങ്ങളിലേക്ക് പോവുകയാണ് വേണ്ടത്. എപ്പോഴും VD സതീശൻ ധാർമ്മികതയെക്കുറിച്ചാണ് പറയാറ്. ആണ് VD സതീശൻ അന്തസ്സുണ്ടെങ്കിൽ രാജിവെക്കുക, ജനങ്ങളിലേക്ക് പോവുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്തുമോ ഇല്ലയോ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ കോൺഗ്രസ് തയ്യാറാകേണ്ടതല്ലേ? പിന്നെ നോക്കൂ നിങ്ങൾ, ഒരു ഭാഗത്ത് ഈ ആരോപണങ്ങളെല്ലാം ശരിയാണ്, സത്യസന്ധമാണ്, ഗുരുതരമാണ്, വസ്തുനിഷ്ഠമാണ്, അംഗീകരിക്കുക, നടപടിയെടുക്കുക സംഘടനയിൽ നിന്ന്. പിന്നെ MLA സ്ഥാനം നിലനിർത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഞാൻ ചോദിക്കട്ടെ, ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് പാർട്ടിയുടെ MLA നിയമപരമായിട്ട്? സർക്കാരിൻ്റെ രേഖയിൽ, ഇലക്ഷൻ കമ്മീഷൻ്റെ രേഖയിൽ VD സതീശൻ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് പാർട്ടിയുടെ MLA? കോൺഗ്രസിൻ്റെ MLA അല്ലേ? ഞങ്ങളുടെ MLA അല്ല എന്ന് പറയുമോ? അപ്പോൾ ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക MLA തന്നെയാണ്, അത് കോൺഗ്രസ് സമ്മതിക്കുക. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ നിന്നും ഈ സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ആ കാരണം ഇവിടെയും ബാധകമല്ലേ? പുറത്താക്കുന്നതിൻ്റെ കാരണം ഈ രാജിവെപ്പിനും ബാധകമല്ലേ? അവിടെ ഏതായാലും ഇത് ഞങ്ങളുടെ അഭിപ്രായം മാത്രമല്ല, കോൺഗ്രസിനകത്തുള്ള VD സതീശനും കുറച്ചുപേർ ഒഴിച്ച് ബഹുഭൂരിപക്ഷം നേതാക്കന്മാർക്കും അണികൾക്കും അനുയായികൾക്കും BJPയുടെ അഭിപ്രായത്തോടാണ് യോജിപ്പ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കോൺഗ്രസിൻ്റെ അധാർമിക അധോലോക രാഷ്ട്രീയത്തോട് അമർഷമുള്ള എല്ലാവരെയും